വെൽക്കം ബാക്ക്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ വണ്ടിക്ക് ഫസ്റ്റ് ഫൈന് കിട്ടിയിരിക്കുന്നു കേട്ടോ. ഫൈന് കിട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. കുറേ പേർക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഫൈനലി ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞാൻ അംഗീകരിക്കുന്നത് ആ ഫൈന്. സംഭവം നമുക്ക് പറഞ്ഞുതരാം. കുറച്ചായിട്ടാണ് രണ്ടാൾക്ക് ഹെൽമെറ്റ് വേണമെന്നുള്ള നിയമം വന്നത്. ഇപ്പോൾ പോകുമ്പോൾ അടിക്കും എന്നുള്ളത് നമുക്കറിയാം. ഞാൻ പൊതുവെ വണ്ടി എടുക്കുമ്പോൾ ഹെൽമെറ്റ് ഇടാറുണ്ട്. ഇപ്പോൾ ബാക്കിലൊരാളുണ്ടെങ്കിൽ ചെറിയ ലോങ്ങൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇടലില്ല കേട്ടോ. കാര്യം സത്യമാണത്. ഞാൻ കയറുമ്പോൾ ഞാൻ ഹെൽമെറ്റ് ഇടാറുണ്ട്. പിന്നെ 2 ഹെൽമെറ്റ് നിങ്ങൾക്ക് അറിയാം കൊണ്ടെടുക്കാൻ വളരെ റിസ്ക്കാണ്. പക്ഷേ നമ്മൾ വിചാരിച്ചത് എന്താ മാത്രമേ അടിക്കുള്ളൂ എന്ന്. പക്ഷേ ഇപ്പോൾ സ്റ്റോപ്പാണെന്ന് തോന്നുന്നു. എല്ലാം നമുക്ക് അടിച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന മെസ്സേജ് കറക്റ്റ് മെസ്സേജ് വന്നു കേട്ടോ. കറക്റ്റ് മെസ്സേജ് വന്ന് PDF ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തും ചെയ്യാം. ഞാൻ കാണിച്ചു തരാം എവിടുന്ന് അടിച്ച് എങ്ങനെയെന്നൊക്കെ കാണിച്ചു തരാം. പക്ഷേ എനിക്ക് വന്ന് അല്ല ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷനും പിന്നെ എവിടുന്ന് അടിച്ചതെന്നൊക്കെ കറക്റ്റ് ഉണ്ടാവും. ഇതിൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. പക്ഷേ ഫോട്ടോ പക്ക ക്ലിയറാണ്. ബാക്കിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതൊരു വണ്ടിയിൽ നിന്ന് എടുത്താൽ ഒരുപാട് പോലീസുകാരുണ്ടായിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഇലക്ഷൻ്റെ അന്നാണ് എനിക്ക് അടിച്ചിട്ടുള്ളത്. ഇലക്ഷൻ്റെ തലേന്ന്, ഇലക്ഷൻ്റെ അന്നല്ല. അപ്പോൾ ഏതോ ഒരു വണ്ടിയിൽ നിന്ന് അടിച്ചാൽ ഞാനിങ്ങനെ റൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് അടിച്ചാണ്. ബാക്കിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ വന്നിട്ട് ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെ 2 ഹെൽമെറ്റ് ഇടണമെന്ന് പറഞ്ഞപ്പോഴും ഇപ്പോൾ നോർമലി നമുക്ക് ഒരാൾക്ക് ഹെൽമെറ്റ് ഫസ്റ്റ് ഓടിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ അടിക്കുള്ളൂ എന്നായിരുന്നു എൻ്റെ ഒരു വിചാരം. പക്ഷേങ്കിൽ അതൊക്കെ തെറ്റിച്ചുകൊണ്ട് എന്നല്ല ഞാൻ പറഞ്ഞില്ല, എന്നല്ല എനിക്ക് അടിച്ചത്. ഏതോ ഒരു വണ്ടിയിൽ നിന്ന് ഒന്നങ്ങ് പോലീസുകാർ എടുത്തത്, അല്ലെങ്കിൽ വണ്ടിമ്മ ഇപ്പോൾ ക്യാമറ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ അവർ പോകുന്ന സമയത്ത്, അവർ ഓവർടേക്കുന്ന സമയത്ത് നമ്മൾ മുന്നിൽ പെട്ടിട്ട് അങ്ങനെ അടിച്ചു പോയത്. എന്തോ ആണ് ബാക്കിൽ നിന്ന് അടിച്ചിട്ടുള്ളത്. കാരണം ബാക്കിലുള്ള ആൾക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നു. അങ്ങനെയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതെങ്ങനെ നോക്കാമെന്നറിയില്ല. പലരും നോക്കിക്കഴിഞ്ഞാൽ കുറേ പേർക്ക് അടിച്ചിട്ടുണ്ടാകും. കാരണം ബൈക്കുകാർക്ക് കൂടുതൽ അടിച്ചിട്ടുണ്ടാകും. പലരും അറിയുന്നില്ല, മെസ്സേജ് ഇടണമെന്ന് അറിയുന്നില്ല. അത് സംഭവം കേട്ടോ. സത്യം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എനിക്ക് 5 പറഞ്ഞത് ഇത് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഫൈനാണ്. സന്തോഷം ഏതായാലും ഇങ്ങനെ എടുക്കാമെന്നാണ് കാണിച്ചത്. പലർക്കും അറിയാത്തതുകൊണ്ട് ഈ ഒരു കാര്യം മെസ്സേജ് വന്നത് അറിയാണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ എടുക്കുക, എന്നിട്ട് ഇവിടെ ചലാൻ അടിക്കുക. ചലാൻ തന്നെയായിട്ടുള്ളൊരു ചലാൻ പേയ്മെൻറ്റ് തന്നെയുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു അനുഭവം കൂടിയാണ്. അപ്പോൾ ചലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇങ്ങനെ ഓപ്ഷൻസ് വരും. അതിൽ വെഹിക്കിൾ നമ്പർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മളെ വെഹിക്കിൾ നമ്പർ, ഇപ്പോൾ നമ്മളെ വണ്ടി നമ്പറാണ് ഈ ഒരു നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. KL 55. നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട കേട്ടോ. KL 55 7 43 23 നമ്മളെ വണ്ടി നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ അക്കഥ ഇത് ടൈപ്പ് ചെയ്യണം. സ്മോൾ ലെറ്റർ ആണ്, സ്മോൾ ലെറ്റർ K3 N 8 0 ആണ് തോന്നുന്നു. പോയല്ല 0. സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ചലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചലാൻ വന്ന് കിടക്കുന്നുണ്ടാവും. എനിക്കൊന്ന് ചലാനാണത്. അപ്പോൾ നമുക്ക് PDF വേണമെന്നുണ്ടെങ്കിൽ PDF എടുത്ത് കഴിഞ്ഞാൽ ഇവിടെതാ നമുക്ക് PDF കിട്ടും. ഇതുപോലെ ചലാന് കാര്യങ്ങൾ വന്നെടുക്കുന്ന ഫോട്ടോസ് ആയതുണ്ടാവും കേട്ടോ. എനിക്ക് വന്നതാണ്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള പേയ്മെൻറ്റ് എത്രയാണ്? 500 രൂപ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഫോർമാറ്റ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചലാൻ അടിച്ചു കഴിഞ്ഞാൽ അതിന് വന്നിട്ടുണ്ടോ, നമ്മൾ വണ്ടിക്ക് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ അറിയും കേട്ടോ. നല്ല കറക്റ്റ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ക്ലിയർ തന്നെ, പക്ക ക്ലിയറിലാണ്. എനിക്ക് തോന്നുന്നു ക്യാമറ ഇപ്പോൾ നോർമലി ഒരു ഫോണിൽ നിന്ന് എടുത്ത് അത്ര ക്ലിയർ കിട്ടണമെന്നില്ല. കാരണം ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുമ്പോഴേ പിന്നെ അപ്പോൾ എനിക്ക് തോന്നുന്നു വണ്ടിമുള്ള ക്യാമറയിൽ വന്ന് അടിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും നമ്മളത് അടക്കൽ നിർബന്ധമാണ്. ഞാൻ അടക്കും കേട്ടോ. പൈസ എങ്ങനെയല്ല അടക്കും. ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇത് വന്നതിന് ശേഷം ഒരുപാട് വണ്ടീനെ നോക്കി, എൻ്റെ അറിയുന്നവരൊക്കെ വണ്ടീനെയൊക്കെ നോക്കി ഒരുപാട് പേർക്ക് വന്നെടുക്കുന്നുണ്ട്. ഇത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ്, ഞാൻ സമ്മതിക്കുന്നത്. നമ്മൾ എന്താ പറയുക നിയമം പാലിച്ച് പോകാമെന്ന് ഞാൻ എപ്പോഴും പറയുള്ളൂ കേട്ടോ. എനിക്ക് സത്യത്തിൽ ബാക്കിലുള്ളവർക്ക് ഇങ്ങനെ നിയമം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇങ്ങനെയൊക്കെ അടിക്കുമെന്ന് ഞാൻ സ്വപ്നത്തു പോലും വിചാരിച്ചില്ല. ഒരു നമ്മൾ ശ്രദ്ധിച്ചു പോകുന്നു. പക്ഷേങ്കിൽ ഇങ്ങനെ ഒരുപാട് ഇതുണ്ട് കേട്ടോ. മാത്രമല്ല അടിക്കാമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് പേർക്ക് ഫൈൻ വന്നെടുക്കുന്നുണ്ടാവും. ഫൈൻ നമ്മൾ അടച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയാം. നമ്മൾ ഈ വണ്ടി ഇപ്പോൾ കൊടുക്കുന്ന സമയത്താണ് നമുക്ക് എന്തോ ഫൈൻ വന്നിട്ടുള്ളതൊക്കെ കാണിക്കും. അതുപോലെ ഇപ്പോൾ ഒരു അടവിന് വണ്ടി എടുത്താണെന്നുണ്ടെങ്കിൽ ആ വണ്ടി നമ്മളെ പേരിലാക്കാൻ പിന്നെ പറ്റൂല. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇൻഷുറൻസ് പുതുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പറ്റുമോയെന്നും അറിയില്ല. പക്ഷേങ്കിൽ ഫൈൻ വന്നിട്ടുണ്ടോ എന്ന് ഇങ്ങനെ നോക്കാം. നിങ്ങൾക്ക് ഗൂഗിൾ കയറി ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി എല്ലാവരും. അതിന് ഫസ്റ്റ് ടൈം 500 രൂപ നമ്മളെ എന്താ പറയുക നമ്മളെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് വന്നിട്ടുണ്ട്. ഏതാണെങ്കിലും ഫസ്റ്റത്തെ ഫൈൻ കിട്ടി ബോധിച്ചു. അല്ല ക്യാമറ വന്ന് ഇങ്ങനെയാണ് ഫൈൻ കിട്ടിയിട്ടുണ്ട്.
അടയ്ക്കൽ നമ്മൾ നിർബന്ധമാണ്. ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ പേയ്മെൻറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചെല്ലാൻ നോക്കിയില്ലേ, പിന്നെ നേരേക്കുണ്ട് പേ നൗ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഗൂഗിൾ പേ ട്രാൻസാക്ഷനൊക്കെ വെച്ചിട്ട് നമുക്ക് അടക്കാവുന്നതാണ് പൈസ കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വെച്ചതാണ്. സംഭവം അന്ന് തന്നെ അടച്ചു തീർക്കും. കാരണം അടക്കാതിരുന്നിട്ടും കാര്യമില്ല. നമ്മൾ ചെയ്ത് തെറ്റ് നമ്മൾ സമ്മതിച്ച് നമ്മൾ അടക്കുക. രണ്ടാളുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 ഹെൽമെറ്റ് ഇട്ടിട്ട് തന്നെ പോവുക. ഒരാളാണെങ്കിൽ 1 ഹെൽമെറ്റ് ഇട്ടിട്ട് പോവുക. പലരും വിചാരം മാത്രമേ അടിക്കുന്നുള്ളൂ, പോലീസ് കൈയാട്ടിയാലേ കിട്ടുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ പല സംഭവങ്ങളും റോഡ് സൈഡിൽ ഇപ്പോൾ വരെ വണ്ടി നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിമൊന്നൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വളരെ എന്താ പറയുക, ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംവിധാനങ്ങൾ. ഫൈനുകൾ വന്ന് കൂടാതിരിക്കട്ടെ. അടിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഞാനിപ്പോൾ അത് ഏകദേശം 1500 കിലോമീറ്ററായി എന്നൊരു ഫസ്റ്റ് ഫൈൻ കിട്ടി. ഇനി നമ്മൾ ശ്രദ്ധിക്കും, അതുപോലെ എല്ലാം ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. കാരണം എനിക്ക് കിട്ടിയൊരു ഫസ്റ്റ് അനുഭവമാണ് ഇങ്ങനെ. ഞാൻ ഇങ്ങനത്തെ ഒരു ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത്. ഏതായാലും ആർക്കും കിട്ടാണ്ടിരിക്കട്ടെ. എല്ലാവരും ഫൈനൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. ഇപ്പോൾ നമ്മളെ ഒരേ റൂട്ടിൽ കൂടെ 10 പ്രാവശ്യം പോകേണ്ടെന്നൊക്കെ ഒരു ദിവസം 10 തവണ അടിച്ച് കഴിഞ്ഞാൽ 5000 റുപ്യ കൊണ്ട് പോയി കിട്ടും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഒരുപാട് നന്ദി. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പുതിയതായിട്ട് കാണുമെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ പുതിയൊരു അപ്ഡേറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.